ജോഗ് ഫാൾസിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായി മംഗലാപുരത്ത് നിന്നും മുരുടേശ്വരം വഴിയാണ് പോയത്. മുരുടേശ്വരം വഴി പോയപ്പോൾ പ്രശസ്തമായ മുരുടേശ്വരം ക്ഷേത്രത്തിലും ഞങ്ങൾ കയറി. കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിന് സമീപത്തായാണ്, അറബിക്കടലിൻ്റെ തീരത്താണ്. കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മുരുടേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവൻ ആണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ക്ഷേത്രത്തിന് സമീപത്തായി പണി കഴിപ്പിച്ചിട്ടുള്ള 123 അടി, ഏകദേശം 37 മീറ്റർ ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവപ്രതിമകളിൽ 2ാം സ്ഥാനമാണുള്ളത്. നമ്മൾ ഇവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 20 രൂപ ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. 20 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള രാജഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലെ നിലയിൽ നിന്ന് നമുക്ക് ചുറ്റും കാണാവുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. 3 ഭാഗവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം അതിമനോഹരമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. അറബിക്കടലിലെ തിരമാലകൾ വളരെ ശാന്തമായി കടലിനെ കരയെ തഴുകുന്ന ദൃശ്യം. മീൻപിടുത്തക്കാരുടെ ഗ്രാമമാണ് മുരുടേശ്വരം. എന്നാൽ ആ ഗ്രാമത്തിൻ്റെ തലവര മാറ്റിക്കുറിച്ച ഒരു ചരിത്രമാണ് ഇതിൻ്റെ നിർമ്മാതാവായ RN ഷെട്ടി എന്ന മഹാമനുഷ്യൻ ആ ഗ്രാമത്തിന് സമ്മാനിച്ചത്. കേവലം ഒരു പിന്നോക്ക ഗ്രാമമായിരുന്ന ഒരു തകർന്നു പോയ ക്ഷേത്രത്തെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെ നവീകരിക്കുകയും ഇന്നിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയവും ടൂറിസ്റ്റ് കേന്ദ്രവുമായി മാറ്റുകയും ചെയ്തു. ആ ഗ്രാമത്തിലെ നൂറുകണക്കായ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരുപാട് സാധ്യതകൾ ഇന്ന് അവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ടവറിൽ നിന്നും ഗോപുരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പിറകുവശത്തേക്ക് നടക്കാം. അവിടെ നിരവധിയായ ഉപക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. പ്രധാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവൻ്റെ പ്രതിഷ്ഠയാണ്. ശിവൻ്റെ പ്രതിഷ്ഠ മാത്രമല്ല, അവിടെ നിരവധിയായ ഉപദൈവങ്ങളും പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാപാത്രങ്ങളുടെ ശില്പങ്ങളും ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ സൗജന്യമായിട്ട് 3 നേരവും ഭക്ഷണം കൊടുക്കുന്ന ഒരു ഭക്ഷണശാലയും ഉണ്ട്. ശിവൻ്റെ കൂറ്റൻ ശില്പത്തിൻ്റെ ദൃശ്യമാണിത്. അതിന് ചുറ്റും കമ്പി കൊണ്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. മുറ്റമൊക്കെ ടൈൽസ് പതിച്ച് വളരെ ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു ക്ഷേത്ര പരിസരം തന്നെയാണ്. കടലിൻ്റെ കാഴ്ചകളാണ്, താഴെ ഭാഗത്തുള്ള കടലിൻ്റെ കാഴ്ചകളാണ്. അതോടൊപ്പം കടലിൽ പണിതിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കാണുന്നത്. ടൂറിസ്റ്റുകളെയും ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്ന കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് മുരുടേശ്വരം. ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അതിനാൽ തന്നെ സമയക്കുറവ് എല്ലാ ഭാഗവും സന്ദർശിക്കുന്നതിന് അനുവദിക്കുന്നില്ല. മഴക്കാലമായതുകൊണ്ട് നല്ല മഴയുമുണ്ട്. എന്നാൽ സഞ്ചാരികളുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല. ധാരാളം സഞ്ചാരികൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അവിടെ എത്തിച്ചേരുന്നുണ്ട്. 3 ഭാഗവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ഏറെ ആകർഷണീയമാണ്.
നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിറകുവശത്തേക്ക് നടന്നു കഴിഞ്ഞാൽ വേറെയും നിരവധി കാഴ്ചകൾ കാണാനുണ്ട്. നല്ല കോൺക്രീറ്റ് കല്ലുകൾ പാകിയ മുറ്റമാണ്. ദൂരെ നമുക്ക് ശിവൻ്റെ കൂറ്റൻ ശില്പം കാണാം. ധാരാളം പാർക്കിംഗ് സ്ഥലമുള്ളതും വൃത്തിയുള്ളതുമായ ഒരു പരിസരം തന്നെയാണ് മുരുടേശ്വരത്തേത്. മനോഹരമായ ടൈലുകൾ പതിച്ച മുറ്റവും സ്റ്റെപ്പുകളുമാണ്. ശിവൻ്റെ ശില്പത്തിനു പുറമെ പുരാണങ്ങളിലെയും ഇതിഹാസത്തിലെയും നിരവധിയായ ശില്പങ്ങളും ഇവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ തന്നെ വലിയൊരു നന്ദിയുടെ പ്രതിമയുണ്ട്. ഇതാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിലേക്കുള്ള പ്രവേശന മാർഗം. തിരക്കുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ശ്രീകോവിലെ തൊഴുതതിന് ശേഷം അതിന് താഴെ അന്തർഭാഗത്ത് ഒരു ഗാലറി ഉണ്ട്. പുരാണങ്ങളിലെ സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന മനോഹരമായൊരു ചിത്രപ്രദർശനശാല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശില്പങ്ങൾ കൊണ്ടുള്ള ഒരു പ്രദർശനശാല അതിൻ്റെ ഉൾവശത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. തിരക്കുള്ളതിൻ്റെ സമയമില്ലാത്തതിനാൽ ഞാൻ അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല. മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. ഗോപുരത്തിൻ്റെ ദൂരക്കാഴ്ചയാണ്. വലിയൊരു നന്ദിയുടെ പ്രതിമയാണ്. മറ്റൊരു പുരാണ ഇതിഹാസത്തിലെ സന്ദർഭം ചിത്രീകരിക്കുന്ന പ്രതിമയും അവിടെ കാണാം. കടലിൻ്റെ ദൂരെയുള്ള കാഴ്ച. ധാരാളം സഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ പരിസരമാണ്. മനോഹരമായ പൂന്തോട്ടവും പരിസരവും ഏവരെയും ആകർഷിക്കുന്നതാണ്. ദൂരെ നമുക്ക് ഒരു ശില്പം കാണാം. ഗീതോപദേശം നൽകുന്ന കൃഷ്ണൻ്റെ അർജുൻ്റെയും ശില്പമാണത്. ഇതിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പിറകുവശത്തുകൂടെ നമുക്ക് പ്രധാന ഗേറ്റിലേക്ക് എത്താം. പിറകുവശത്ത് തൊട്ടടുത്ത് തന്നെ അറബിക്കടലാണ്. കടലിലെ ബീച്ചിനോട് ചേർന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്.